ഞങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് ഇടപെടുന്നത് എന്നെല്ലാം ചോദിച്ച് അവിടെ വഴക്കായി ബഹളമായി. ഞാൻ പറഞ്ഞു, മോന് 21 വയസ്സാകുമ്പോൾ ആ പുള്ളിക്കാരത്തിക്ക് 30 വയസ്സാവത്തില്ലേ ആ സമയം കൊണ്ടെന്ന് ചോദിച്ചു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, കാരണം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്ത് അത് വളരെ കോൺട്രോവേഴ്സീവായിപ്പോയി. അതിൽ ആളുകൾ ഞാൻ പറഞ്ഞത് വളരെയധികം തെറ്റിദ്ധരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ, പോസിറ്റീവ് സൈഡും മനസ്സിലാക്കി കമൻ്റ് ഇട്ടവരും ഒട്ടും മനസ്സിലാക്കാതെ ഹെഡിങ് മാത്രം കണ്ട് കമൻ്റ് ഇട്ടതുമായ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയട്ടെ, ഞാൻ പറയുന്ന ടോപ്പിക്ക് അയർലൻഡിലെ ലിവിങ് ടുഗദറിനെ പറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനതിനെ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് നമ്മൾ കണ്ണിൽ കാണുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ലേറ്റർ ഓൺ നിങ്ങൾ കമൻറ്റിലൂടെ പറയത് ചേച്ചി ലിവിങ് ടുഗദറിനെ സപ്പോർട്ട് ചെയ്യുന്നു, ചേച്ചി അതിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേഴ്സണലൈസ് ചെയ്യരുത്. അയർലൻഡിൽ ഇവിടെ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന വളരെ കോമൺ ആണ് ഇവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. അല്ലാതെ മറ്റാളുകൾ എന്ന് പറയുന്നത് അവർ ഹസ്ബൻഡും വൈഫുമായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാണ് മറ്റ് ആളുകളിൽ ഭൂരിഭാഗവും. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് അങ്ങനെ ജീവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം നാട്ടിലൊക്കെ അതിന് വളരെയധികം റെസ്ട്രിക്ഷൻ ഉള്ള ഒരു കാര്യമാണ്. കാരണം പേരൻസ് എപ്പോഴും കുട്ടികളെ വാച്ച് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ല എന്നല്ല. ബാംഗ്ലൂർ സിറ്റികളിലൊക്കെ എനിക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. ബാംഗ്ലൂർ സിറ്റികളിലൊക്കെ ലിവിങ് ടുഗദർ ആയിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അത്രയും അനുവദനീയമല്ലാത്തത് കൊണ്ട് അങ്ങനെ അധികം സംഭവിക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് സ്റ്റിൽ അറിയില്ല അവിടെയും ഇതുപോലെ കോമൺ ആണോ എന്നെനിക്ക് അറിയില്ല. പക്ഷേ ഇവിടെ വരുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരിവിടെ ആദ്യമേ വരുമ്പോൾ തന്നെ ഇവരുടെ മുമ്പുള്ള സീനിയേഴ്സ് എല്ലാം തന്നെ ഒട്ടുമിക്ക കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒന്നിച്ചാണ് ആദ്യമേ ഒരു വീടെടുത്ത് താമസിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയ ഒരു റെൻറ്റ് തന്നെയാണ് കാരണം ഒരു മുറിക്ക് തന്നെ 700-800 യൂറോ കൊടുത്ത് വേണം അവർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾക്ക് തന്നെ ഒരു റൂം എടുക്കുക എന്ന് പറയുന്നത് വളരെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ വലിയ ചിലവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് 5-6 പേര് കൂടി ഒരു വീട് റെൻറ്റിനെടുക്കുന്നു. അങ്ങനെ അവർ അതിൻ്റെ പൈസയെല്ലാം ഷെയർ ചെയ്ത് അവരങ്ങനെ പോകുന്നു. അപ്പോൾ നാച്ചുറലായിട്ടും അവരങ്ങനെ താമസിക്കുന്ന ആ ഒരു സമയത്ത് പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ആയിട്ടുള്ള ആ ഇടപെടൽ മൂലം അവർ തമ്മിൽ അടുപ്പമാവുകയും പിന്നെ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് മാറി അവർ തമ്മിൽ ലിവിങ് ടുഗദറായി താമസിക്കാനായിട്ട് പോവുകയും ചെയ്യുന്നതായിട്ട് കാണാം. നമ്മളൊരു വീട് റെൻറ്റിനെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ഹൗസ് ഓണർ ഒരിക്കലും ചോദിക്കത്തില്ല നിങ്ങൾ ലിവിങ് ടുഗദർ ആണോ, ഒന്നും ചോദിക്കില്ല. കാരണം ഈ ഒരു കൺട്രിയിൽ അത് വെരി കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് പുരുഷനും ഏത് സ്ത്രീക്കും ആരുടെയും കൂടെ എപ്പം വേണേലും എവിടെ വേണേലും താമസിക്കാം എന്നുള്ളതാണ്. അത് അവരുടെ ഇഷ്ടമാണ്. ആരും അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിലെ പോലെ സദാചാര പോലീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമേ ഇവിടെയില്ല. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർ പ്രായപൂർത്തിയായ കുട്ടികൾ, അപ്പോൾ അവർക്ക് ആരുടെ കൂടെ എങ്ങനെ വേണേലും താമസിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അത് വലിയൊരു ഭയം തോന്നുന്ന ഒരു കാര്യമായിട്ട് തോന്നും. കാരണം ഈ പറയുന്ന കുട്ടികളെല്ലാവരും തന്നെ അവർ വിവാഹത്തിൽ കലാശിക്കുന്നില്ല. അവർ മ്യൂച്വലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവിടെ താമസിച്ചിട്ട് അവർ നാട്ടിലേക്ക് പോകുമ്പോൾ അവർ രണ്ട് വഴിക്ക് പോകുന്ന കുറേ ആളുകളുണ്ട്. എന്നാൽ വളരെ സീരിയസ് ആയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോയി കല്യാണത്തിൽ എത്തിച്ചേരുന്നതായിട്ടുള്ള ആളുകളും ധാരാളമുണ്ട്. പക്ഷേ ഇത് നമുക്ക് വളരെയധികം ഒരു എന്താ പറയുന്നത്, അപകട സൂചനയാണ് നമുക്ക് നൽകുന്നത്. കാരണം ഇവിടെ ഈ റെൻറ്റും എക്സ്പെൻസും കാരണം ഇവരിങ്ങനെ ഒരു വഴിയിലേക്ക് പോകുന്നതായ ഒരവസ്ഥയാണ്. അപ്പോൾ ഞാനിവിടെ എനിക്ക് എൻ്റെ കണ്ണാലെ കണ്ട് എനിക്ക് വളരെ അനുഭവമുള്ള ഒരു ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ ഒരു കുട്ടി ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് വന്നു. ഡിഗ്രിക്ക് +2 കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലെല്ലാം വളരെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ബിസിനസ്സുകാരൻ്റെ ഒരു മകനാണ്. ആ കുട്ടി ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോഴേ തന്നെ ഇവിടെ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ പഠിക്കാനായിട്ട് വന്നു.
പഠിക്കാൻ വന്നപ്പോൾ ആ കുട്ടി നമ്മൾ പറഞ്ഞറിയുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് അയർലൻഡിൽ ആരെയും അറിയത്തില്ല. അതുകൊണ്ട് എന്നെയാണ് അവർ ചുമതലപ്പെടുത്തിയത്. ഈ കുട്ടിക്ക് അക്കോമഡേഷനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടെല്ലാം ഞാനാണ് ചുമതലപ്പെടുത്തിയത്. അപ്പം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അക്കോമഡേഷൻ നമ്മൾ തിരക്കി നടക്കുന്ന സമയത്ത് ഇവർക്ക് ഈ മോന് കിട്ടാനായിട്ട് യാതൊരു വഴിയുമില്ല, ഒരു അക്കോമഡേഷൻ. അപ്പം ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി 18 വയസ്സേ ഉള്ളൂ. അപ്പോൾ മാസ്റ്റേഴ്സ് പഠിക്കുന്ന പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു 3-4 പെൺകുട്ടികൾ ഒന്നിച്ച് താമസിക്കുന്നത്. അപ്പോൾ അവർക്കൊരു സെപ്പറേറ്റ് ആയിട്ട് റൂമുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് ആ ഒരു റൂം അഫോർഡ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അവൻ്റെ പേരൻസ് അത് പേ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ ഓർത്തു ഇതൊരു ചെറിയ കുട്ടിയല്ലേ, അപ്പം ഇവനെ ഈ പെൺപിള്ളേരെല്ലാം കെയർ ചെയ്തോളൂ. ഇവൻ ആദ്യമായിട്ടാണ് ഒരു പുതിയ കൺട്രിയിലോട്ട് വരുന്നത്. അപ്പോൾ അത്ര വലിയ കഴിവുള്ള ഒരു കുട്ടിയൊന്നും അല്ല, കാണുമ്പോൾ തന്നെ അറിയാം. അവനെല്ലാം തന്നെ ചെയ്യാനുള്ള അത്ര വലിയ കേപ്പബിലിറ്റി ഒന്നുമില്ല. അത് അവൻ്റെ ഫാദറിൻ്റെ ആഗ്രഹപ്രകാരം മകനെ ഒന്ന് പുറത്തുവിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് അവനെ ഒന്ന് കെൽപ്പുള്ളവനാക്കണം എന്നുള്ള നിലയിൽ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയെ അവിടെ കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടികളെ പറഞ്ഞു. അപ്പോൾ അവരും ഹാപ്പി, അവർക്ക് റെൻറ്റ് കുറച്ച് കിട്ടുമല്ലോ. അപ്പോൾ അവരൊരു റൂം കൊടുത്തു. അവർ മറ്റ് റൂമുകളിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് താമസിച്ചു. അപ്പം ഇതിങ്ങനെ പോകുമ്പോൾ ആദ്യമെല്ലാം എന്നെ വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, കാര്യങ്ങളും പറയും. ഞാൻ ആ കുട്ടിയെ കാണാൻ പോകും. അങ്ങനെ പോകെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കോണ്ടാക്റ്റ് ഇല്ലാതെയായി. അപ്പം ഓൾറെഡി ആ കുട്ടി ഇവിടെ വന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം പ്രാപ്തനായി. അപ്പം നമ്മൾ ഫുഡൊന്നും കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമില്ല, നമ്മൾ ഗ്രോസറീസ് മേടിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാം ഓക്കെ. അപ്പോൾ അവൻ്റെ മദറും എന്നെ വിളിക്കും. അപ്പോൾ ഞാനും നല്ല രീതിയിൽ അവരോട് സംസാരിക്കുകയും മോൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം എല്ലാം സംസാരിക്കുകയെല്ലാം ചെയ്യും. അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ അവൻ വിളിക്കാതായി. അപ്പോൾ ഞാൻ അന്വേഷിക്കുമ്പോൾ എപ്പോഴും പറയും, അയ്യോ എനിക്ക് ബിസിയാണ്, ഞാൻ കോളേജിൽ പോയിരിക്കുകയാണ്, എനിക്കതുകൊണ്ട് സമയം കിട്ടിയില്ല, ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിവ് പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ അവൻ്റെ പേരൻസിനോട് പറയുകയും ചെയ്യും, അവർക്ക് ഒത്തിരി പഠിക്കാനും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് എപ്പോഴും ഞാനും പോയി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അവനിപ്പോൾ ഇൻഡിപെൻഡൻ്റായി, അവൻ മറ്റു കുട്ടികളെ പോലെ എല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മിടുക്കനായി, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരും ഹാപ്പി ആയിട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയി 1 വർഷം കഴിഞ്ഞു. അവൻ 3 വർഷത്തെ കോഴ്സിനാണ് ഇവിടെ വന്നത്. അവരുടെ കൂടെ താമസിച്ച 4 പെൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരു പെൺകുട്ടി എന്നെ ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് നേരിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഒന്ന് വരാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സമയം പറഞ്ഞു, എപ്പോഴാണ് കാണാവുന്നത്. അപ്പോൾ പറഞ്ഞു, ഇല്ല ഇവിടെ ഒന്നും വെച്ച് കാണണ്ട, നമുക്ക് ആ പാർക്കിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞു. ഒരു പാർക്കിൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി എന്നാൽ അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി മറ്റൊരു കൂട്ടുകാരിയുമായിട്ട് വന്നു എന്നെ കാണാനായിട്ട്. അപ്പോൾ ഞാനങ്ങ് ഭയന്നു പോയി, എന്താണ് പ്രശ്നം, എന്താ ഇത്ര സീക്രട്ടായിട്ട് പറയാനുള്ളതെന്ന് ഓർത്തു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറയുകയാണ്, ഞങ്ങളിങ്ങനെ ഒരു കാര്യം വളരെയധികം വിഷമിച്ച് ഇരിക്കുകയാണ്, നമുക്ക് തന്നെ എന്തോ പോലെ ഒരു ബുദ്ധിമുട്ട് തോന്നുവാണ്, അതുകൊണ്ട് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവിടെ ഈ പയ്യൻ്റെ ഗാർഡിയനായിട്ട് നിൽക്കുന്ന ആളല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പറ്റി, അവൻ സിഗരറ്റ് വലിക്കുന്നുണ്ടോ, അവൻ എന്താ ചെയ്യുന്നത്? എൻ്റെ മനസ്സിൽ ആദ്യം പോയത് അവൻ സിഗരറ്റ് വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ കുടിക്കാൻ വല്ലോ സ്റ്റാർട്ട് ചെയ്തോ, അതല്ല അവൻ ഇനിയിപ്പം പഠിക്കുന്നില്ലേ, ഇങ്ങനെയൊക്കെ ആയി. ഉടനെ അവർ പറയുകയാണ്, അതിൽ ഇവർ ഈ 4 പെൺകുട്ടികൾ ഉള്ളതിൽ ഏറ്റവും മൂത്ത ഒരു പെൺകുട്ടി, അതായത് അവൾക്ക് 27 വയസ്സായിട്ടുണ്ട്. അവൾ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് വന്നതാണ്. നാട്ടിലെല്ലാം ഡിഗ്രി എല്ലാം പഠിച്ച് അവിടെ 2 വർഷമെല്ലാം നിന്ന് കഴിഞ്ഞ് എല്ലാം ഇവിടെ വന്ന് മാസ്റ്റേഴ്സിന് വന്ന പെൺകുട്ടിയാണ്. 27 വയസ്സുള്ള ആ പെൺകുട്ടിയും ഈ പയ്യനുമായിട്ട് ഭയങ്കര അടുപ്പം. ഇവർ ഭയങ്കരമായിട്ട് അടുത്തു. ഇവർ ഒരു സ്ഥലത്താണ് കിടന്നുറങ്ങുന്നത്, ഒരു സ്ഥലത്താണ് അവരെല്ലാം ചെയ്യുന്നത്, അവരൊന്നിച്ച് പോകുന്നു എല്ലാമായി. അപ്പോൾ ഇവർ ഇത് നോട്ടീസ് ചെയ്ത സമയത്ത് ഈ മറ്റു 2 പെൺകുട്ടികൾ 3 പെൺകുട്ടികൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ ശത്രുവായി, അല്ലെങ്കിൽ ഇവളുടെ ശത്രുവായി. അപ്പം ഇത് ഞങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് ഇടപെടുന്നു എന്നെല്ലാം ചോദിച്ച് അവിടെ വഴക്കായി, ബഹളമായി. എന്നിട്ട് അവർ രണ്ടും ആ ഒരു ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി.
അപ്പം അത് പറയാനായിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അവരെങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. ഇനി ഞങ്ങളുടെ കൂടെ താമസിക്കാനായിട്ട് കൊണ്ടുവന്ന് വിട്ടിട്ട് ഇവന് പോയി എന്നുള്ള വിവരം ഞാൻ അറിയാതിരുന്നു കഴിഞ്ഞാൽ അവർക്കും അത് പ്രശ്നമാകും. അതുകൊണ്ട് വിളിച്ച് പറഞ്ഞതാണ്, ഇങ്ങനെയെല്ലാം ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനങ്ങ് ഷോക്കായിപ്പോയി, ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. അപ്പോൾ എനിക്ക് ദേഷ്യമാണ് ആദ്യം വന്നത്. ദേഷ്യം വന്നിട്ട് ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു, ഇവരെ വിട്ടു പോന്നു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഞാൻ പറഞ്ഞെന്നൊന്നും ഉള്ള പ്രശ്നം. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അത് ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് ഈ പയ്യനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞങ്ങൾ കോളേജിൻ്റെ ലൈബ്രറിയിലാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. എന്താന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഭയങ്കര പേടിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, കുറേ നാളായല്ലോ കണ്ടിട്ട്, ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പം കോളേജിൻ്റെ അവിടെ വരുവാണെങ്കിൽ ഏതാ ദിവസം വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് കാണാമെന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ആ ശരി, അപ്പോൾ ഞാൻ ഇന്ന ഒരു ദിവസം കോളേജിൽ വരാം, കോളേജിൻ്റെ പുറത്ത് വരാം, അപ്പോൾ എനിക്ക് കാണണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പയ്യൻ ഇറങ്ങി വന്നിട്ട് സാധാരണ രീതിയിൽ എന്നോട് സംസാരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു താമസിക്കുന്ന സ്ഥലമെല്ലാം ഓക്കെ ആണോ, പഠിക്കുന്നതെല്ലാം ഓക്കെ ആണോ, കോളേജും കോഴ്സും ഒക്കെ എങ്ങനെ പോകുന്നു എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെയാണ്, പക്ഷേ ഞങ്ങൾക്കൊന്ന് താമസം മാറേണ്ടി വന്നു എനിക്ക്. ഞാൻ പറഞ്ഞു എന്തു പറ്റി? അപ്പം താമസം മാറാവുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അവിടെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലല്ലോ, എന്താ പറ്റിയേ? അതെന്താ മാറുന്ന കാര്യം എന്നോട് പറയാതിരുന്ന്? നിങ്ങൾക്ക് എവിടെയാണ് വീട് കിട്ടിയത്? തന്നെയാണോ താമസിക്കുന്നത്? ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് വേറെ ഫ്രണ്ട്സൊക്കെ കോളേജിൽ പഠിക്കുന്നവരുണ്ട്, അവരുടെ കൂടെ ഞാൻ ഷെയറിങ്ങിന് മാറിയിരിക്കുകയാണ്. കാരണം ഇവിടെ ഈ പെൺപിള്ളേരെല്ലാം ഉള്ളത് കൊണ്ട് എനിക്കൊരു കംഫർട്ടല്ല, അവിടെ ഒരു സുഖമല്ല എനിക്ക് താമസിക്കാനായിട്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല, കാരണം ഈ പയ്യൻ എന്താണേലും പറയാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ? ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരോ പറയട്ടെ, ഈ കേട്ട കാര്യങ്ങൾ ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും തമ്മിൽ ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ സ്നേഹമാകുന്നതോ അതൊരു വലിയ കാര്യമല്ല. പക്ഷേ ഈ കുട്ടിയുമായിട്ട് എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇവിടെ പഠിക്കാൻ വന്നിട്ട് എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആളാകപ്പാടെ കരയാൻ തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞു വീട്ടിൽ പറയരുത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കാലും കൈയും പിടിക്കുകയാണ്. വീട്ടിൽ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമാകും, അതാകും ഇതാകും എന്നൊക്കെ. ഞാൻ പറഞ്ഞു വീട്ടിൽ പറയാതിരിക്കാൻ പറ്റില്ല, കാരണം എന്നെ ഏൽപ്പിച്ച് വിട്ടതാണ്, അപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ എന്നോടാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി അങ്ങ് ഭയങ്കര കരച്ചിൽ തുടങ്ങി. എനിക്ക് ഈ ആളെ മറക്കാൻ പറ്റില്ല, എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, ഞാനല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ എന്നോട് കിടന്ന് പറയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു ആത്മഹത്യയൊന്നും ചെയ്യണ്ട, ഈ ആളെ ഇത്രയും ഇഷ്ടമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും പ്രായവ്യത്യാസമുള്ള ഒരാളെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതും മോന് കല്യാണപ്രായം പോലും ആയിട്ടില്ല, പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു എന്താ പ്ലാൻ എന്ന് ചോദിച്ചപ്പം പറയും എൻ്റെ ഡിഗ്രി കഴിയുന്നിടം വരെ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കും, അപ്പോൾ എനിക്ക് 21 വയസ്സാകും. അപ്പോൾ 21 വയസ്സാകുന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരിയെ കല്യാണം കഴിക്കാനായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മോന് 21 വയസ്സാകുമ്പോൾ ആ പുള്ളിക്കാരത്തിക്ക് 30 വയസ്സാവത്തില്ലേ ആ സമയം കൊണ്ടെന്ന് ചോദിച്ചു. അത് വയസ്സൊക്കെ ഒരു നമ്പറല്ലേ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ വയസ്സെല്ലാം നമ്പറാണ്, ഞാൻ നാട്ടിൽ എന്താണെങ്കിലും ഞാൻ വിളിച്ചു പറയും, ഇനി മുതൽ ഞാനുമായിട്ട് ഒരു കണക്ഷനുമില്ല, കാരണം അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഞാനാണ് ഗാർഡിയൻ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരെന്നെ ബ്ലെയിം ചെയ്യരുത്, അതുകൊണ്ട് ഞാൻ പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവരുടെ വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞു. കാരണം പറയാതിരുന്നു കഴിഞ്ഞാൽ അവർ എന്നെ ബ്ലെയിം ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവരുടെ ഫാദറും മദറും വല്ലാതെ തകർന്നു പോയി. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഈ പയ്യനെ വിളിച്ചിട്ട് അവർ ഭയങ്കര ഇതായി, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്തൊക്കെയോ പ്രശ്നമായി. ഈ പയ്യൻ്റെ പഠിത്തം അവർ നിർത്തിച്ച് ഈ പയ്യനെ നാട്ടിലോട്ട് അവർ കൊണ്ടുപോയി. അവൻ എന്ത് ചെയ്താൽ പോവില്ലായിരുന്നു, അവന് നിർബന്ധമായിട്ട്, കാരണം അവൻ്റെ ഒരു ഫാർ റിലേറ്റീവ് വേറൊരു കൗണ്ടിയിൽ താമസിക്കുന്നുണ്ട്. ആ ആളെ അവർ വിളിച്ചു പറഞ്ഞ് ആ ആൾ വന്ന് അവർ ഫോഴ്സ് ചെയ്ത് ഇവനെ നിർബന്ധമായിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറ്റി വിടുകയാണ് ചെയ്തത്.
അപ്പോൾ അവൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവൻ വീട്ടിലെല്ലാം വലിയ പ്രശ്നമുണ്ടാക്കുക എല്ലാം ചെയ്തെന്നൊക്കെ ഞാൻ അറിഞ്ഞു. എന്നെ അവന് ഭയങ്കര വെറുപ്പായിപ്പോയി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞെന്ന്. പക്ഷേ എനിക്കറിയില്ല ആ പെൺകുട്ടിയുടെ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പയ്യൻ്റെ പിന്നീടുള്ള കാര്യങ്ങളോ. ഞാൻ അവരുടെ പേരൻസിനോടും പറഞ്ഞു എന്നെ ഇനി കോണ്ടാക്റ്റ് ചെയ്യണ്ട. കാരണം എന്നെ ഏൽപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. അതുപോലെ അവന് ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തട്ടെ, ഇനി എന്നെ കോണ്ടാക്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഞാനൊരു ചാപ്റ്റർ അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ അങ്ങനെ പ്രായവ്യത്യാസത്തിലും അല്ലെങ്കിൽ എന്താ പറയുന്നത്, എല്ലാ രീതിയിലും വ്യത്യാസങ്ങളുമായിട്ട് ഇവിടെ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്. അപ്പോൾ പേരൻസിനൊന്നും തന്നെ അറിയില്ലായിരിക്കാം, നാട്ടിലിരിക്കുന്ന പേരൻസിന്. പക്ഷേ ചിലത് അവരൊരു ടൈം പാസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു റെൻറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എല്ലാം ഒന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ഇങ്ങനെയൊരു സിസ്റ്റം ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലേ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതവർക്ക് വെരി നോർമലായിട്ടാണ് ഇവിടുത്തെ സ്റ്റുഡൻസിന് തോന്നുന്നത്. ഇവിടെ മാത്രമല്ലായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. മറ്റ് കൺട്രികളിലെല്ലാം തന്നെ ഇതുണ്ട്. പക്ഷേ ഇവിടെ അതൊരു പ്രശ്നമല്ലാത്ത രീതിയിൽ ഈസി ആയിട്ട് അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഇവിടെ വരുന്ന കുട്ടികളുടെ ഒരു ദുരവസ്ഥ എന്ന് തന്നെ ഞാൻ പറയും. കാരണം അതിനോട് യോജിക്കാൻ എനിക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല, പറ്റുമെന്നും തോന്നുന്നില്ല. എന്താണെങ്കിലും ഇവിടെ പഠിക്കാൻ വിടുന്ന കുട്ടികളുടെ പേരൻസ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതെനിക്ക് ഡെഫിനറ്റായിട്ട് പറയാം. നമ്മുടെ പിള്ളേർ വലുതായി കഴിഞ്ഞ് അവരുടെ ഇഷ്ടങ്ങളെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് അടുത്തിരുന്നാൽ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാലമാണ്. അപ്പം പിന്നെ ദൂരെ ഇരിക്കുന്ന പേരൻസ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾ ആളുകളെ ചൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള നിങ്ങൾക്ക് ചേരുന്ന ആളുകളെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ലിവിങ് ടുഗദറോ എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യുക. കാരണം അത് ഭാവിയിൽ, ഇപ്പോൾ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ ചിന്തിക്കില്ല, ഭാവിയിൽ ഇത് നിങ്ങൾക്ക് വലിയൊരു വിനയായിട്ട് വരും എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊരു ഡ്രോബാക്ക് ഉണ്ട് ഇങ്ങനെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ഇടയിൽ. മറ്റ് പഠിത്തവും മറ്റ് കാര്യങ്ങളെല്ലാം അവരൊക്കെ ആണെങ്കിലും ഇങ്ങനെ കുറേ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.